ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളും സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചെയിനാണ്. നമ്മൾ ചെയിൻ സ്റ്റിച്ചിലാണ് എല്ലാ സ്റ്റിച്ചുകളും പഠിക്കുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ ബാക്കിയുള്ള സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്സാഗ് ചെയിനാണ്. അപ്പോൾ അതിനായിട്ട് 2 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഓരോ സെൻറ്റിമീറ്ററും പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ഇനി മീദത്തെ ലൈനിൽ ഈ 2 പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കണം. കണ്ടോ, അതിൻ്റെ സെൻറ്ററിലാണ് അടുത്ത പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് 1/2 സെൻറ്റിമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ മീദത്തെ ലൈനിൽ നിങ്ങൾ ഓരോ സെൻറ്റിമീറ്ററാണ് അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ താഴത്തെ ലൈനിൽ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ പോയിൻ്റ് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് താഴത്തെ പോയിന്റിൽ നിന്നും ഇതുപോലെ കുത്തിയെടുക്കുക, ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലോക്ക് സ്റ്റിച്ചൊക്കെ. അതിനുശേഷം മീദത്തെ ആ പോയിന്റിലേക്കാണ്, കണ്ടോ, മീദത്തെ ഈ ഒരു പോയിന്റിലേക്കാണ് കുത്തിയെടുക്കുന്നത്. നമ്മൾ സിഗ്സാഗ് ഹാൻഡ് എംബ്രോയിഡറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സിഗ്സാഗ് ഷേപ്പ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി താഴത്തെ ലൈനിലേക്ക്, അതായത് താഴത്തെ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കുക. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ. ഞാൻ ക്യാമറയിൽ കാണുന്നില്ല, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു നീഡിൽ നിന്നൊക്കെ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരില്ല. ഉണ്ടോ, ആദ്യം ഒരു ചെയിൻ കൊടുക്കുക, അതിൻ്റെ തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയിൻ കൊടുക്കുന്നുണ്ടല്ലോ, ഈ ഒരു ചെയിൻ കൊടുത്തിട്ട് കുറച്ച് നീട്ടി വേണം, ഇതുപോലെ ഒന്ന് നീട്ടി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ചെയിൻ കൊടുത്ത് കുറച്ച് നീട്ടി കൊടുക്കുക. അതിന് ശേഷം ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെറിയ ചെയിനിൽ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുമ്പം ആദ്യത്തെ ചെയിൻ ഇട്ട് കൊടുക്കുമ്പം എന്ത് ചെയ്യുക, കുറച്ച് വലിച്ചെടുക്കുക. കുറച്ച് ഇങ്ങോട്ട് ഗ്യാപ്പിൽ വലിച്ചതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പിന്നെ നെക്സ്റ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയിൻ കൊടുക്കുക, അതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കേട്ടോ, വളരെ ചെറിയ സ്റ്റിച്ചിൽ തന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ആ ചെയിൻ നീട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ടില്ലേ. ഇതേപോലെ ലോക്ക് ഇട്ട് കൊടുക്കാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് സിഗ്സാഗ് ചെയിൻ. സിഗ്സാഗിൽ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ സിഗ്സാഗ് ചെയിൻ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് നമ്മളിത് ആരി എംബ്രോയിഡറിയിൽ ഈ ഒരു ഷേപ്പിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ലൈൻ വരയ്ക്കുക. 2 ലൈൻ വരച്ചതിന് ശേഷം ഇതേപോലെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പോയിൻ്റ് ഇടാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോസ്, അതായത് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ലാസ്റ്റ് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ നോട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തതുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ സിഗ്സാഗ് ചെയിൻ അല്ലേ. ഇനി നമുക്ക് ഡബിൾ സിഗ്സാഗ് ചെയിൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ഓരോ ഗ്യാപ്പിൽ, ആ ഒരു ഗ്യാപ്പുകളിൽ വേണം അടുത്ത ചെയിൻ ഈ സിഗ്സാഗ് ഷേപ്പ് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലാസ്റ്റിൽ കണ്ടോ, ഇവിടെ ഇതിന് നേരെ തന്നെ അടുത്ത പോയിൻറ്റും വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ തന്നെ നേർക്ക് നേരെ വരാനായിട്ട് ശ്രദ്ധിക്കുക, സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.